മാനുവലേ ഉച്ചക്ക് കാറ്ററിംഗ് ഉണ്ടേ. പത്രം എവിടെ? ഡാ നീ എത്ര മണിക്കാടാ പത്രം ഇട്ടെ? എന്നിടുന്നല്ലേ. അപ്പൊ പിന്നെ കുഞ്ഞുട്ടി ചായം വിളിച്ചതോ? അത് ഇന്ന് പത്രം വരാൻ കുറച്ച് വൈകിയായിരുന്നു. വേറെ ആർക്കും വൈകിയില്ലല്ലോ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എടാ ഞാൻ ബൈജുവിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. അമ്മയ്ക്ക് എന്നാ നിന്നെ കേടാ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാൻ? അവ അവളുടെ പിന്നാലെ പോയിട്ടുണ്ടാവും. ഇല്ല. പോയി. ഇല്ലെന്ന്. പോയി പോയി പോയി. പോയി. അങ്ങനെ പറ. എടാ ചെക്ക, മനുഷ്യനായാലേ ഇച്ചിരി നാണം വേണം ഇങ്ങനെ പുറകെ നടന്നിട്ട്. അതെനിക്ക് ഇത്തിരി കുറവാന്നേ. എന്ത്? നാണമേ കുറച്ച് കുറവാ. അതെനിക്കറിയാം. അവള് റഷ്യയിലോ ജപ്പാനിലോ എങ്ങാണ്ടൊക്കെ പോകുന്നെന്ന് അറിഞ്ഞു. നീ അറിഞ്ഞായിരുന്നോടാ? അതിനെന്നാ? അവളങ്ങോട്ട് പോയാ പിന്നെ എന്റെ കുഞ്ഞ് നന്നായനെ അല്ലടാ ചക്ക? അമ്മ എടാ അങ്ങേർക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെ ജമ്മം പോയാ അവള് വാ തുറന്നൊന്നും സമ്മതിക്കത്തുമില്ല. എടാ എത്ര കാലം ഇങ്ങനെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓവറാന്നാ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവക്കൊരു പനി വന്ന ഉടനെ ഇവനും പനി വരും. അവളുടെ എങ്ങാനും കാല് ഉളിക്കാലോ അപ്പൊ തന്നെ ഇവന്റെ കാല് ഉളുക്കും. അതൊക്കെയാ ഓവർ. ഞാൻ നിർത്തി. ഇത് വെച്ചോ. പോയച്ച് നല്ല ബ്രാൻഡ് ഏതാന്ന് വെച്ചാ വാങ്ങിച്ചോ. ഇവനെ കൂട്ടുകാരൊക്കെ കുടിച്ചോ. നല്ല ബെസ്റ്റ് അപ്പൻ. ഇവിടെ ഇരുന്ന് അടിച്ചോടാ. അപ്പം തന്നെ വെച്ചോ. എടാവേ ഇതൊക്കെയല്ലേ പതിവ്. അവളങ്ങ് പോയല്ലോ. അവൾ എങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ നോക്കിയോ, തൽക്കാലം അപ്പൻ കട്ടൻ കാപ്പി കുടി. ഊതിയതാന്നോ? കട്ടപ്പനക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. കട്ടപ്പനയ്ക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. ഒരായിരം മനസ്സുകളിൽ ഉണർന്നൊരീ പുലരീതാ ആനന്ദമോടെ പാടുന്നു ഞാനും ഇന്നീ നാടിൻ വിജയ വഴി. കണ്ണിലൊളിക്കും മാരിയായി നെഞ്ചിലിറങ്ങും താളമായി നെഞ്ചിലെടുപ്പായി മാറുന്നൊരു കട്ടപ്പന. കണ്ണിലൊളിക്കും മാരിയായി നെഞ്ചിലിറങ്ങും താളമായി നെഞ്ചിലെടുപ്പായി മാറുന്നൊരു കട്ടപ്പന. കട്ടപ്പനയ്ക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. ജോസഫ് മാഷ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല താൻ സൈക്കിളിൽ പിടിച്ചു കയറ്റുന്ന ഒരു നാഷണൽ ചാമ്പ്യൻ ആയിരിക്കുന്നു. ഈ ചാമ്പ്യൻ കാരണം ഈ സ്കൂളിൽ ഇങ്ങനൊരു സൈക്ലിംഗ് ക്ലബ് ഉണ്ടാകുമെന്ന്. ഇവിടെ 3 നാഷണൽസ് ഉണ്ട്. ജൂനിയറും സബ് ജൂനിയറുമായിട്ട് 7 സ്റ്റേറ്റ്സ് ഉണ്ട്. എല്ലാം തുടങ്ങിയത് ഇതാ ഇവിടെ നിന്നാണ്, നമ്മുടെ സ്വന്തം ആലിസിൽ നിന്ന്. ആലിസേ വാ പ്ലീസ്. എൻ്റെ പൊന്നു സ്വിച്ചിട്ട് എന്തിനെത്ര ഫോർമാലിറ്റി ഒക്കെ? നമ്മുടെ സ്വന്തം ക്ലബ്ബല്ലേ. പിന്നെ ജോസഫ് മാഷിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെഡലും ഒരിക്കലും നമ്മൾ കാരണം മാത്രം കിട്ടുന്നതല്ല. അതിൻ്റെ പുറകിൽ നമ്മുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കോച്ചുമാരുടെയും എല്ലാവരുടെയും കഷ്ടപ്പാടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേരൻസിനെ എല്ലാവരും നമുക്കറിയാം. ആർക്കും സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ ഒന്നുമില്ല. എൻ്റെ അപ്പനുമില്ല, ഒരു ബൈക്ക് പോലും ഇല്ല. പിന്നെ അങ്ങനെ ഒരു കാശിൻ്റെ ആദ്യം ചെയ്യുക എനിക്കൊരു സൈക്കിൾ മേടിച്ചു തരായിരിക്കും. അപ്പോൾ എൻ്റെ ഓരോ സൈക്കിളും എൻ്റെ അപ്പൻ്റെ ഓരോ ലോണുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെഡലും കടമിടാനുള്ളതാ. വീട്ടുകാരോടും നാട്ടുകാരോടും ബാങ്കുകാരോടും താങ്ക് യു. ആരോ എന്തോ തിരക്കാന്നോ? ഞാൻ പോവാ, ഒന്ന് കണ്ടേച്ചിട്ട് പോവാന്ന്. എങ്ങോട്ട്? അതെന്നാന്ന് വെച്ചാലേ നമ്മുടെ ജോഷി ചായന്റെ പെങ്ങളുടെ മോടെ കല്യാണമാണ് ഉച്ചയ്ക്ക്. പിന്നെ കല്യാണമൊക്കെ അവിടെ നടക്കും. എൻ്റെ കൂടെ പാലുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതി. അതിനുള്ള സമയമൊന്നുമില്ല. സമയക്കുണ്ട്. നീ വന്നേ. നീ എൻ്റെ സ്പീച്ച് കേട്ടായിരുന്നോ? അതാ ഞാൻ കയറാത്ത. പോടാ. റഷ്യയെ കിട്ടത്തില്ല.
ലിഫ്റ്റ് പറഞ്ഞു. ഹായ് അലിസ്, ഞാൻ വർദ്ധ ക്യൂ ന്യൂസിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ നാഷണൽസിൽ മീറ്റ് ചെയ്തിരുന്നു. ഓ ആ എനിക്കൊരു ബൈറ്റ് വേണമായിരുന്നു പ്രോജക്ട് ജനഗണമനെ കുറിച്ച്. അയ്യോ ചേച്ചി അപ്പം സമ്മതിക്കത്തില്ല. അധികം സമയം എടുക്കില്ല, 2 മിനിറ്റ്. അയ്യോ ഇല്ല സോറി സോറി. നമുക്ക് വേഗം തീർക്കാം ആലിസ്. അത് ആലിസ് ചേച്ചി നോക്കണ്ട, നടക്കുകയല്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, പോയി നോക്കാൻ തന്നെ. ബാ ചേട്ടാ 2 ചായ. എന്തുവാടേ? വേറെന്ത് ചെയ്യാനാ? ആലിസേ, ഒന്ന് വേഗം വരൂ. നിനക്ക് അവിടെ സംസാരിച്ചൂടെ? ടി വിയിലൊക്കെ വരും. നിനക്ക് അറിയാലോ അപ്പനെ. മാഷിന് ഒളിമ്പിക്സ് എന്ന് വിചാരമേ ഉള്ളൂ. ആ പെങ്കൊച്ച് ഇതുവരെ ഒരു സിനിമക്ക് പോകുന്ന പോലും ഇവിടെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ വിട്ടോ, അതാ നല്ലത്. ബെസ്റ്റ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ് ആലിസ് വർഗീസ്. റോഡ് സൈക്ലിംഗിൽ ഒളിമ്പിക്സ് സ്വർണത്തിനായി കഠിന പ്രയത്നത്തിലാണ് കട്ടപ്പനയുടെ ഈ അഭിമാന താരം. വാഗമണിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ജനഗണമന എന്ന പ്രോജക്ടിന്റെ ഭാഗമായി റഷ്യയിൽ വിദഗ്ധ പരിശീലനത്തിനായി പോകാൻ ഒരുങ്ങുകയാണ് ആലിസ്. ഇതൊരു കോർപ്പറേറ്റ് സ്പോൺസേർഡ് സെൻട്രൽ പ്രോജക്റ്റ് ആണ്. ഓരോ സ്റ്റേറ്റും ഓരോ അത്ലീറ്റിനെ നോമിനേറ്റ് ചെയ്യണം. ഒളിമ്പിക്സ് വരെ റഷ്യയിൽ വെച്ച് അവർക്ക് അഡ്വാൻസ് ട്രെയിനിങ് നൽകുന്നതാണ്. 2020 ടോക്കിയോ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ജനഗണമന കേൾപ്പിക്കണം, ഇതാണ് ലക്ഷ്യം. And as you know, കേരളത്തിൽ നിന്ന് ആലിസ് ആണ്. ഷീ ഈസ് എ പ്രോഡിജി ആൻഡ് എ പ്രോമിസ്. 14-ാം വയസ്സിൽ ദേശീയ റെക്കോർഡ് തിരുത്തി എല്ലാവരെയും ഞെട്ടിച്ച പ്രതിഭയാണ് ആലിസ്. ഇപ്പോൾ പട്യാലയിൽ ബൽജീത് സിംഗിന് കീഴിലാണ് ആലിസ് ഉന്നത പരിശീലനം നടത്തുന്നത്. സൈക്ലിംഗിന് കിട്ടിയ അംഗീകാരമായാണ് ജനഗണമനയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് കോച്ച് ക്യൂ ന്യൂസിനോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് ഒരാഴ്ചത്തെ പ്രിപ്പറേഷൻ ക്യാമ്പും തുടർന്ന് വാഗമണിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും കഴിഞ്ഞാണ് ആലിസ് റഷ്യയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ടോക്കിയോയിലേക്കും. മുൻ അത്ലറ്റിക് കോച്ചായ വർഗീസ് മാഷിന്റെ മകളാണ് ഈ 24-കാരി. സർ, ആലിസിന്റെ ഒരു ഇന്റർവ്യൂ തൽക്കാലം വിട്ടേക്കുന്നേ, ഒളിമ്പിക്സ് കഴിയട്ടെ, പിന്നല്ല ഇന്റർവ്യൂ ഒക്കെ. ശരി സർ. അച്ഛനും കോച്ചുമായ വർഗീസ് മാഷ് ഇതുവരെ ഒരു മാധ്യമത്തിനും ആലിസിന്റെ ഇന്റർവ്യൂ നൽകിയിട്ടില്ല. ഒളിമ്പിക് മെഡലുമായി ആലിസ് വരുന്നത് കാണാൻ ഈ വീട്ടിലേക്ക് 2020 നമുക്ക് വീണ്ടും വരാം. കട്ടപ്പനയിൽ നിന്നും മര്യാദയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഷൈൻ ചെയ്യായിരുന്നു. ഇതാണോ ഇന്റർവ്യൂ? ഇതെങ്കിലും ആവാലോ. ഇനി നാളെ പോയ 1.5 കൊല്ലം കഴിഞ്ഞാലേ വരാൻ പോകുന്നത്. ആ വരവ് ചുമ്മാതുള്ള വരവാന്ന്. മെഡലും കൊണ്ടുള്ള വരവല്ലേ? അപ്പോൾ ഒരു ചാനലല്ല, നീ നോക്കിക്കോ. ഒരു 50 ചാനലുണ്ടാവും നിന്റെ പുറകെ, ഒപ്പം നാട്ടുകാരും. കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഫോൺ തിരുവനന്തപുരത്ത് മേടിക്കാം അല്ലേ? ഫോണോ? മൊബൈൽ ഫോൺ. എന്നാത്തിന്? ഞാൻ റഷ്യ പോവില്ലേ? അത് ബെൽജിയത്ത് നോക്കിക്കോളും. എന്തെങ്കിലും എമർജൻസി വന്നാലോ? റഷ്യയിലല്ലേ, ഇവിടുത്തെ കാലം സേഫ്റ്റിയാ. ചോദിക്കുമ്പോൾ എന്നെ പറഞ്ഞത് എന്നാന്ന്? പ്രാർത്ഥിക്കാം. അമ്മേ